എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് അച്ഛൻ നിങ്ങളുമായിട്ട് വിടുതലിനെക്കുറിച്ച് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അച്ഛൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ധ്യാനാവസരങ്ങളിൽ കേൾക്കുന്ന രോദനങ്ങൾ, വേദനകൾ, കൗൺസിലിങ്ങിൻ്റെ സമയത്തുള്ള മുറിവുകൾ, ഇതെല്ലാം അച്ഛൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അച്ഛന് മനസ്സിലാകുന്നൊരു കാര്യം ഇതാണ്: ഇന്നത്തെ കാലഘട്ടത്തിൽ വിടുതൽ ആവശ്യമുള്ളവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് വിടുതൽ തരുന്നത് ആരാണ്? നമുക്ക് വിടുതൽ തരാനായിട്ട് ആകാശത്തിന് കീഴിലെ ഒരേ ഒരു നാമത്തിനേ കഴിയുള്ളൂ. അത് യേശു നാമത്തിനാണ്. നമ്മൾ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു. ഉണ്ടോ? അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു. നമ്മളെ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ മോചിപ്പിക്കാനായിട്ട് യേശുവിനെ മാത്രമേ സാധിക്കൂ. യേശുവിൻ്റെ ആത്മാവിന് മാത്രമേ സാധിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശുവിനെ മാത്രമേ നമുക്ക് വിടുതൽ തരാൻ സാധിക്കുകയുള്ളൂ. എത്രയോ പേര് നിരാശപ്പെട്ട് അച്ഛൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? എത്രയോ പേര് ആത്മഹത്യയുടെ മുനമ്പുകളിലുള്ളവർ, എത്രയോ പേര് പൈശാചികമായ പീഡകളിലൂടെ കടന്നു പോകുന്നവർ, പിശാച് ഒരുക്കിയ കെണികളിൽ പെട്ട് ബന്ധനങ്ങളിൽ, പാപബന്ധനങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവർ, പിശാച് മൂലം, പൈശാചികമായ ബന്ധനങ്ങൾ മൂലം രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്നവർ എത്രയോ പേരെ കണ്ടിരിക്കുന്നു. ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സുമായി കഴിയുന്ന നൂറുകണക്കിന് ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കണ്ടുമുട്ടുമ്പോഴൊക്കെ അച്ഛനറിയാം, ഒരിക്കലും മനുഷ്യരായ ആർക്കും, വ്യക്തികൾക്ക് ആഴത്തിലുള്ള യഥാർത്ഥമായൊരു വിടുതൽ കൊടുക്കാൻ സാധിക്കത്തില്ല. മറിച്ച് വിടുതൽ വരുന്നത് യേശു നാമത്തിലാണ്, ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നേറ്റ് പറഞ്ഞേ: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവായ ഈശോമിശിഹായ്ക്ക് നമ്മളെക്കുറിച്ച്, എല്ലാവരെക്കുറിച്ചും നല്ലൊരു പദ്ധതിയുണ്ട്. നമ്മുടെ ശോഭനമായ ഭാവിയൊക്കെ ഉതകുന്ന ഒരു വലിയൊരു പദ്ധതി. അതല്ലേ ജെറമായ 29:11 നമ്മൾ വായിക്കുന്നത്? കർത്താവ് അരുളി ചെയ്യുന്ന നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കണ്ടോ? അതായത് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു നല്ലൊരു പദ്ധതിയുണ്ട്. ശോഭനമായ ഒരു ഭാവി നൽകുന്ന, നല്ല കൃപസമ്പൂർണമായ, സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു നല്ലൊരു പദ്ധതി ദൈവത്തിന് നമ്മളെക്കുറിച്ചുണ്ട്. പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉള്ളതുപോലെ തന്നെ, നല്ലതുപോലെ ശ്രദ്ധിക്കണേ, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉള്ളതുപോലെ തന്നെ പിശാചിനും നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം ഈ വചനത്തിൽ പറയുന്നു: നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിഘാതം നിൽക്കുന്ന, തടസ്സം നിൽക്കുന്നൊരു പദ്ധതി എപ്പോഴും സാത്താൻ ആവിഷ്കരണം ചെയ്യുന്നുണ്ട്. അവൻ നമ്മളെ നശിപ്പിക്കാനും തകർക്കാനും നിരാശപ്പെടുത്താനും ആത്മഹത്യാ പ്രവണതകൾക്കും ജഡിക പാപങ്ങൾക്കൊക്കെ നയിക്കുന്ന, ജഡിക പാപങ്ങൾക്കൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഭാവിയിലേക്ക് നമ്മളെ തള്ളിവിടാൻ, അന്ധകാരം നിറഞ്ഞൊരു ഭാവിയിലേക്ക് തള്ളിവിടാനായിട്ട് പിശാചി ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടല്ലേ 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്: നിങ്ങളുടെ ശത്രുവായ പിശാച്, നിങ്ങളുടെ ശത്രുവായ പിശാച്. വചനം പറയും നിങ്ങളുടെ ശത്രുവാണ്, അവൻ ശത്രുവായ പിശാചാണ്. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നുവെന്നാണ്. അവനിങ്ങനെ ഉറക്കമില്ലാതെ നമ്മുടെ പുറകെ നടക്കുകയാണ്. ഓരോ വ്യക്തിയുടെ കൂടെ മാലാഖമാർ, കാവൽ മാലാഖമാരുള്ളതുപോലെ തന്നെ നമ്മുടെ കൂടെ പിശാചുക്കൾ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ അലറുന്ന സിംഹത്തെ പോലെ എവിടെ നമ്മളെ വീഴ്ത്താം, ഏത് കോട്ടയ്ക്കുള്ളിൽ നമ്മളെ പതിപ്പിക്കാം, ഏത് നുണയിൽ നമ്മളെ കൊടുക്കാം, ഏത് കെണിയിൽ നമ്മൾ അകപ്പെടുത്താം എന്ന് ചിന്തിച്ച് പിശാചുങ്ങൾ അലറുന്ന സിംഹത്തെ പോലെ നടക്കുകയാണ്. അപ്പം നമുക്ക് ഈ കാലഘട്ടത്തിൽ, 2024 അച്ഛൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം ഇതാണ്: നല്ലതുപോലെ പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൻ്റെ അരൂപികളിലൊന്നും പെട്ടുപോകാതെ വിശുദ്ധമായ ഹൃദയത്തെയും ശരീരത്തെയും ആത്മാവിനെയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കണം. ജാഗ്രതയുള്ളവരായിരിക്കണം, ജാഗരൂകരായിരിക്കണം നമ്മളെല്ലാവരും നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ. ഹല്ലേലൂയ. എല്ലാവരും നേറ്റ് പറഞ്ഞേ: ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇനി ഞാൻ പറഞ്ഞു നമ്മൾക്കെല്ലാവർക്കും വിടുതൽ ആവശ്യമുണ്ട്. ആ ദൈവത്തിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ, കർത്താവിൻ്റെ നാമത്തിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. പിശാചി വിടുതലിലേക്ക് നമ്മൾ ആരും നയിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാവും പരിശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ എക്സ്പീരിയൻസുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സാത്താൻ വരുന്ന വഴികൾ ഏതൊക്കെയാണ് ഒന്ന് ശ്രദ്ധാപൂർവം കേട്ടിരിക്കാനായിട്ട് പരിശ്രമിക്കുക. സാത്താൻ വരുന്നൊരു വഴി, ഇനിയിപ്പോൾ പലരും അച്ഛനെ യൂട്യൂബിലൂടെ കേൾക്കുന്നവർക്കൊരു ചോദ്യം ഉണ്ടാകാം, ഇനി സാത്താൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടോ, പിശാചുണ്ടോ, ഇതൊക്കെ ഹാലുസിനേഷൻ അല്ലേ, ഇതൊക്കെ അച്ഛൻ്റെ തോന്നലുകളല്ലേ? അല്ല, ഇതൊന്നും തോന്നലുകളല്ല, അച്ഛൻ്റെ തോന്നലുകളല്ല, മറിച്ച് സഭ പഠിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് എത്രയോ തവണ പൈശാചിക ഉള്ളവരെ പൈശാചിക പീഡകളിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഒരിക്കലും തെറ്റുപറ്റത്തില്ലല്ലോ, നമ്മുടെ കർത്താവ് ഒരിക്കലും അബദ്ധ സിദ്ധാന്തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരത്തില്ലല്ലോ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും സത്യവുമായ ദൈവത്തിൻ്റെ വചനം, മാർക്കോസ് 13:31, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകത്തില്ല. ആ കടന്നു പോകാത്ത ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയാണ് സാത്താനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പോൾ സാത്താൻ വരുന്ന വഴികളെക്കുറിച്ച് അച്ഛൻ പറയുകയാണ്, ശ്രദ്ധിച്ച് കേട്ടിരിക്കാൻ പരിശ്രമിക്കുക. ഒന്നാമതായിട്ട് സാത്താൻ വരുന്ന വഴി എന്താണെന്ന് അച്ഛനോട് ചോദിച്ചാൽ ഏകദേശം അച്ഛൻ കണ്ടിരിക്കുന്ന ഒരു 92-93% ആളുകളും പിശാചിൻ്റെ കെണിയിൽ കുടുങ്ങുന്നത് ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലൂടെയാണ്, ജഡത്തിൻ്റെ ആസക്തികളിലൂടെയാണ്. നമ്മൾ ഗലാത്തിയ 5:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, നമുക്കറിയാം. അച്ഛനൊന്ന് വായിച്ചു തരാം. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. കണ്ടോ, ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും അശുദ്ധമാക്കുന്ന, കളങ്കപ്പെടുത്തുന്ന പാപങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നതിനും, ഇതിൽ പ്രത്യേകിച്ച് ആദ്യത്തെ 3 പാപങ്ങൾ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, ഇത് 3 നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 3 പാപാവസ്ഥകളാണ്. നോക്കി, ജഡത്തിൻ്റെ മേഖലയിൽ വീണ്ടും വീണ്ടും അച്ഛൻ പറയാണ്, ഏറ്റവും കൂടുതൽ ആത്മാക്കളെ പിശാച് നരകത്തിൽ തള്ളിയിടുന്നത് ഈ ജഡത്തിൻ്റെ മേഖലകളിലാണ്. സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം എന്ന് വേണ്ട ജഡത്തെ അശുദ്ധമാക്കുന്ന കാമാന്തമായ ഈ പാപങ്ങളിലൂടെയാണ് പിശാച് ഏറ്റവും കൂടുതൽ ആത്മാക്കളെ പിടികൂടുന്നത്. പണ്ട് നമുക്ക് മീഡിയാസിലോട്ടൊന്നും വളരെയധികം ഒരു ഓപ്പൺനെസ് ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ തലമുറയെ, നമ്മളെയൊക്കെ പിടികൂടാൻ വേണ്ടിയിട്ട് പിശാചിന് വെറുതെ ഒരു മൊബൈലെടുത്ത് കൈ തന്നാൽ മതി. ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ തലമുറകളൊക്കെ എന്തോരം വഴിതെറ്റി പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. നോക്കിയേ, ബ്ലൂ ഫിലിംസ് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ, യൗവനങ്ങൾ, അശുദ്ധ ചാറ്റിങ്ങും അതോടൊപ്പം തന്നെ അശുദ്ധമായ വീഡിയോ കോളുകളും ഒക്കെ പെരുകി വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. പിശാച് ഏറ്റവും കൂടുതൽ ആത്മാക്കളെ, പ്രത്യേകിച്ച് നമ്മുടെ യുവത്വത്തെയൊക്കെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ശരീരത്തിൻ്റെ ജഡികതകളുടെ മേഖലകളിൽ. ഇപ്പം നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈശോയെ എല്ലാ കുഞ്ഞുങ്ങളെയും പൊതിഞ്ഞു പിടിക്കണമേ, എല്ലാ കുഞ്ഞുങ്ങളും വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിക്കാനുള്ള കൃപയും കരുത്ത് നൽകണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. മാതാപിതാക്കളോടായിട്ട് അച്ഛൻ പ്രത്യേകം പറയാണ്, നിങ്ങൾ നല്ല വിശുദ്ധിയും കർത്താവിനോട് നല്ല വിശ്വസ്തതയും കാത്തു പരിപാലിക്കണം. കാരണം ഇങ്ങനെ പറയുമല്ലോ, യഥോ രാജ തഥോ പ്രജ. എപ്രകാരമാണ് രാജാവ് അതുപോലെ തന്നെ പ്രജകളായിരിക്കും, അതുപോലെ എപ്രകാരമാണ് മാതാപിതാക്കൾ അതുപോലെ തന്നെ ആയിരിക്കും മക്കൾ. നല്ല മാതാപിതാക്കളുടെ സുഹൃതം നിറഞ്ഞ നല്ല മാതാപിതാക്കളിൽ നിന്നാണ് സുഹൃതമുള്ള മക്കളുണ്ടാവുള്ളൂ. ചില സമയത്ത് ചില മാതാപിതാക്കൾ വന്നിട്ട് പറയും, അച്ഛാ എൻ്റെ മോള് തെറ്റായ പ്രണയബന്ധത്തിലാണ്, എൻ്റെ മോൻ അശുദ്ധിയിലാണ്, എൻ്റെ മോൻ മദ്യപിച്ച് നടക്കാണ്, പുകവലിയൊക്കെയാണ്, അച്ഛാ വല്ലാതെ അഴുക്ക് നിറഞ്ഞൊരു ജീവിതമാണ് എൻ്റെ മക്കളുടേതെന്നൊക്കെ പറയാറുണ്ട്. അപ്പം അച്ഛൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം, ഇന്നലെകളിൽ എങ്ങനെയായിരുന്നു? അച്ഛൻ ഞാൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിരുന്നു, ഞാനും വഴിതെറ്റിയ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അശുദ്ധി എന്നിലും ഉണ്ടായിരുന്നു.
അതായത് നമ്മളെപ്പോഴും ഓർക്കണം, നമ്മൾ മാതാപിതാക്കൾ ഇന്നലെകളിൽ വിശുദ്ധിയോടെ നന്മയോടെ ജീവിച്ചാൽ നാളെകളിൽ സുഹൃതമുള്ള മക്കളുണ്ടാവും കേട്ടോ. അപ്പം നല്ലതുപോലെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾ വിശുദ്ധിയിൽ ജീവിക്കണം, പരിശുദ്ധാത്മാ നിറവിലായിരിക്കാനായിട്ട് എല്ലാ മാതാപിതാക്കളും പരിശ്രമിക്കണം. എപ്പോഴും ഓർക്കുക, മാതാപിതാക്കളെ ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് ഒരു ത്രികോണ ബന്ധമാണ്. ദൈവം, ഭാര്യ, ഭർത്താവ്. ദൈവം, ഭാര്യ, ഭർത്താവ്. ഈ ത്രികോണ ബന്ധത്തിലേക്ക് ഒരിക്കലും നാലാമതൊരാളെ നിങ്ങൾ കയറ്റിക്കൊണ്ട് വരാൻ പാടില്ല. ചില സമയത്ത് ജീവിതത്തിൻ്റെ താഴ്ചകളുടെ സമയത്ത് എന്തു ചെയ്യും, ജീവിത പങ്കാളിയെ വിട്ടിട്ട് മറ്റുള്ളവരോട് വേദനകൾ പങ്കുവയ്ക്കാനായിട്ടൊക്കെ പോകും. പതിയെ വേദനകൾ പങ്കുവെച്ച് മൊബൈലിലൂടെയൊക്കെ ചാറ്റിങ്ങൊക്കെ നടത്തി വേദനകൾ പങ്കുവെച്ച് പതിയെ ജീവിതം തന്നെ പങ്കുവയ്ക്കുന്ന അവസ്ഥകളിലേക്കൊക്കെ പോകാറുണ്ട്. അശുദ്ധിയിലേക്ക് കാട് കയറാറൊക്കെ ഉണ്ട്. എപ്പോഴും ഓർക്കുക, അതൊക്കെ പ്രമാണങ്ങൾക്ക് എതിരാണ്. 6-ാം പ്രമാണത്തിനെതിരാണ്. നിൻ്റെ ജീവിതത്തിലെ അശുദ്ധി നിൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ തുടക്കമാണെന്ന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ജോബിൻ്റെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ, ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു, അവൻ മുഖം മൂടി അണിയുന്നു. ഇരുട്ടാകാൻ കാത്തിരിക്കുകയാണ്. എന്തിന്? വ്യഭിചാരത്തിന് പുറപ്പെടാനായിട്ട്. ആരും കാണൂലല്ലോ, ഇരുട്ടത്തല്ലേ. പക്ഷേ ഏത് ഇരുട്ടത്തായാലും, ഏത് മുറിക്കുള്ളിലായാലും, ഏത് ചിന്തയ്ക്കുള്ളിലായാലും, ഏത് തലയ്ക്കുള്ളിലായാലും എപ്പോഴും നിന്നെ കാണുന്ന, എപ്പോഴും നിന്നെ അറിയുന്ന ഒരാളുണ്ട്. അത് ദൈവമാണ്. പിന്നെ എപ്പോഴും നിന്നെ നശിപ്പിക്കാൻ, കുഴിയിൽ ചാടിക്കാൻ നിൻ്റെ പിന്നാമ്പുറത്ത് എപ്പോഴും ഒരാൾ പതിയിരിക്കുന്നുണ്ട്. സർപ്പം, സാത്താൻ നിന്നെ കൊടുക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്ത എപ്പോഴും വേണം. ദാമ്പത്യ വിശ്വസ്തത പാലിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം. നിങ്ങൾ വിശ്വസ്തരായിരുന്നാലേ നിങ്ങളുടെ മക്കളും വിശ്വസ്തരായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ യുവതി യുവാക്കൾക്കും എല്ലാ കുഞ്ഞുമങ്ങൾക്കും വിവേകവും ജ്ഞാനവും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപയും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. റോമ 8:6 പറയത്തില്ലേ, ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും. കണ്ടോ, ജഡികമായ അഭിലാഷങ്ങൾ, ശരീരത്തിൻ്റെ മാംസത്തിൻ്റെ ദാഹങ്ങൾ നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്ക് നയിക്കും, സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിട്ട് മാറും. നമുക്ക് ആത്മീയ അഭിലാഷങ്ങൾ നിറഞ്ഞവരാകാം, കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞവരാകാൻ പരിശ്രമിക്കാം. സുഭാഷിതങ്ങൾ 9:18 എന്നാൽ അവിടെ മരണം പതിയിരിക്കുന്നെന്നും അവളുടെ അതിഥികൾ പാതാള ഗർത്തങ്ങളിലാണെന്നും അവനുണ്ടോ അറിയുന്നു. ഉണ്ട്, ഓരോ വ്യഭിചാരത്തിലും ഏർപ്പെടുന്ന വ്യക്തികളും അശുദ്ധ മലിന പാപങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളും ഓർക്കുക, ആ പാപങ്ങളിൽ മരണം പതിയിരിക്കുന്നുണ്ട്, ആ പാപങ്ങളിൽ നരകം പതിയിരിക്കുന്നുണ്ട്, ആ പാപങ്ങളിൽ സാത്താൻ്റെ കൂരമ്പുകളുണ്ട്, സാത്താൻ്റെ കെണികളുണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ദമ്പതികളെ എല്ലാവരെയും എല്ലാ തരത്തിലുള്ള മലിനതയിൽ നിന്നും മാറ്റി വിശുദ്ധിയോടെ അങ്ങയുടെ വിശ്വസ്തയോടെ ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛനൊരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി പാപത്തിലായിട്ട് നിത്യമായ സന്തോഷത്തിൽ ജീവിക്കുന്നവരുണ്ടോ? ആരുമില്ല. ഒരു പാപവും നിത്യമായ സന്തോഷം തരത്തില്ല, നിത്യമായ സമാധാനം തരത്തില്ല, നിത്യമായ ആനന്ദം തരത്തില്ല. ഒരു മൊമെൻ്ററി പ്ലഷറേ പാപം തരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നിരാശയും വേദനയും വിങ്ങലും ഒക്കെ ആയിരിക്കും. നോക്കിയേ, ഏത് പാപം ചെയ്യുന്നതിന് മുമ്പ്, സാത്താനെക്കുറിച്ച് പറയുന്നതുകൊണ്ട് അച്ഛൻ പറയാം, ഏത് പാപം ചെയ്യുന്നതിന് മുമ്പ് സാത്താൻ വന്ന് നമ്മുടെ ചെവി പറയും, നീ ചെയ്തോ, അതിനിപ്പോൾ എന്താ, എല്ലാവരും ചെയ്യുന്നതല്ലേ, എല്ലാവരും പറയുന്നതല്ലേ, ഈ ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, നീ ചെയ്തോ, നീ ജഡിക പാപങ്ങളിൽ ജീവിച്ചോ എന്ന് ഡോൾബി ശബ്ദത്തിൽ പിശാച് പറയും. ഇനി നീ ചെയ്ത് കഴിയുമ്പോഴോ ഇതേ പിശാച് വീണ്ടും വരും. എന്നിട്ട് പറയും, ചെയ്യേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ, നീ നിൻ്റെ ആത്മാവിനെ നശിപ്പിച്ചില്ലേ, നിന്നെ മനസ്സിനെ നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ് നിരാശയുടെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അവൻ്റെ കുടില തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം.
കേട്ടോ. പാപത്തിലേക്ക് തള്ളിവിടുകയും അതിനുശേഷം ആ പാപത്തിലൂടെ ബന്ധനത്തിലാക്കുകയും പിന്നീട് നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും എന്തിനേറെ ആത്മഹത്യയിലേക്ക് പോലും നയിക്കാൻ പിശാച് പലപ്പോഴും തുനിയാറുണ്ട്. കർത്താവേ, ഈ അരൂപിയിൽ നിന്ന്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പാപത്തിൽ ജീവിച്ചിട്ട് സമാധാനത്തോടെ ജീവിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടോ? നിത്യമായിട്ട് ഈ ഭൂമിയിൽ പാപത്തിൽ ജീവിച്ചിട്ട് സന്തോഷത്തോടെ ജീവിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടോ? നിങ്ങൾ നോക്കിയേ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആദം ഹവ്വായത്തിന് കാണുന്നില്ലേ? ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് സമാധാനം ഉണ്ടായോ? ഇല്ല. മരണം ഈ ഭൂമിയിലേക്ക് വന്നു. ദാവീദ് രാജാവിന് നമുക്കറിയാലോ, ബത്ശേബായുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും ബത്ശേബായുടെ ഭർത്താവായിരുന്ന ഊറിയയെ യുദ്ധത്തിൽ മുന്നേറ്റ നിരയിൽ നിർത്തുകയും അവനെ മറ്റൊരു വാക്കിൽ പറഞ്ഞ് അവനെ കൊലപാതകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമായിരുന്നു. കൊലപാതകയായിട്ട് ദാവീദ് മാറുകയായിരുന്നു. അങ്ങനെയാണല്ലോ നാഥാൻ പ്രവാചകൻ വന്നിട്ട് നീ ചെയ്യുന്ന തെറ്റാണ് എന്നുള്ളത് ശക്തിയുക്തം ദൈവത്തിൻ്റെ വാക്കായിട്ട്, ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് നാഥാൻ പ്രവാചകൻ അവൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കണ്ടോ. പാപം ചെയ്തു കഴിയുമ്പോൾ പിന്നെ ആ പാപത്താൽ അവൻ വേട്ടയാടപ്പെടുകയാണ്. വചനം പറയുന്നുണ്ടല്ലോ, പാപം പാപിയെ വേട്ടയാടുന്നു, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നു ചേരുന്നു. നമ്മുടെ സാവൂൾ രാജാവും ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവും അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് ദൈവത്തെ അനുസരിക്കാതെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് അവന് മരണം വരെ ഒരു സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നുണ്ട്. ഒരു പാപിക്കും നിത്യമായ സന്തോഷമോ നിത്യമായ സമാധാനമോ ഉണ്ടാകാൻ പോകുന്നില്ല. നിത്യമായ സന്തോഷം വേണോ, നിത്യമായ ആനന്ദം വേണോ? ക്രിസ്തുവിൽ ചരിക്കുക, അവിടുത്തെ സമാധാനത്തിൽ ചരിക്കുക, അവിടുത്തെ കരങ്ങളോട് ചേർന്ന് ജീവിക്കുക, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക, അവിടുത്തെ കൃപകളിൽ നിമഗ്നമായ ഒരു ജീവിതം നയിക്കുക. ഗലാത്യ 6:8 സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനാൽ വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നില്ലേ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഈ ആത്മീയ മനുഷ്യരായിട്ട് നമ്മൾ മാറണം. ജഡത്തിൻ്റെ പുറകെ പോകുന്ന മനുഷ്യരല്ല, ആത്മീയ മനുഷ്യരായിട്ട് മാറുമ്പോൾ ആത്മാവിലേക്ക് കൃപകൾ നമ്മൾ കൊയ്തെടുക്കുന്ന വ്യക്തികളായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 മഹത്വം, മഹത്വം, മഹത്വം. പിന്നെ സാത്താൻ വരുന്നൊരു വഴിയാണ് പഴകിയ പാപങ്ങൾ. ചില പാപങ്ങളൊന്നും ഒരിക്കലും നമ്മൾ കുമ്പസാരക്കൂട്ടിൽ പറയത്തില്ല. ഒരിക്കലും അച്ഛൻ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുമ്പസാരക്കൂട്ടിൽ പറയത്തില്ല. പക്ഷേ ഈ പാപങ്ങൾ പലപ്പോഴും മോർട്ടൽ സെൻസ് ആയിരിക്കും, മാരക പാപങ്ങളൊക്കെ ആയിരിക്കും. ഈ പാപങ്ങൾ നമ്മൾ പറയണം. നമ്മുടെ ആത്മാവിൽ അത്തരണത്തിലുള്ള പാപങ്ങൾ കൊണ്ട് നമ്മൾ ജീവിച്ച് മരിക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ മുഖം കാണാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ വ്യഭിചാരമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ പറയുന്നൊരു പാപമുണ്ട്, ഈ കുട്ടികളെയൊക്കെ മിസ്യൂസ് ചെയ്ത വ്യക്തികളൊക്കെ ഉണ്ടാവും. അവരൊന്നും ഒരിക്കലും ഒരു കുമ്പസാരക്കൂട്ടിൽ പാപം പറയില്ല. ഈ ദൈവമേ ഇത്രയും വലിയ പാപിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല. അങ്ങനെയൊക്കെയുള്ള മാരക പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും അങ്ങനെയുള്ള പാപങ്ങളിൽ വീണിട്ട് കുമ്പസാരക്കൂട്ടിൽ പറയണം കേട്ടോ, അല്ലെങ്കിൽ ആത്മാവിന് രക്ഷയുണ്ടാവത്തില്ല കേട്ടോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം കേട്ടോ. അതാണ് പഴകിയ പാപങ്ങൾ. പാപമുള്ളിടത്ത് പിശാചുണ്ടാകും. എത്ര നമ്മൾ നല്ല അനുതാപത്തോടെ കണ്ണുനീരോടുകൂടെ കുമ്പസാരിക്കണം. അപ്പോൾ നമുക്ക് ആ പാപത്തിൽ നിന്നൊരു വിടുതൽ ദൈവം ആ കൂദാശയിലൂടെ തരും കേട്ടോ. പിന്നെ ഇനി അച്ഛന് പറയാനുള്ളത്, പിശാച് വരുന്ന മറ്റൊരു വഴി വിഗ്രഹാരാധനയിലൂടെയാണ്. എന്താണ് വിഗ്രഹാരാധനയെന്ന് അച്ഛനോട് ചോദിച്ചാൽ, ദൈവത്തെക്കാൾ ഉപരി നിങ്ങൾ എന്തിനു പ്രാധാന്യം നൽകിയാലും അത് വിഗ്രഹാരാധനയായിട്ട് മാറും. നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ ആർക്ക് ഒന്നാം സ്ഥാനം നൽകിയാലും അത് വിഗ്രഹാരാധനയായിട്ട് മാറും. പിന്നെ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ടല്ലോ, കൂടോത്രം, മന്ത്രവാദം, ശകുനം, സമയം, ജാതകം, മന്ത്രച്ചരടുകൾ, ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, രാവുകാലം, വാരഫലം, ഇതൊന്നും ക്രിസ്ത്യാനിക്ക് പാടില്ല. മനസ്സിലായി? ഇതിലൊക്കെ നമ്മൾ ഇതിൻ്റെ പിന്നാലെയൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കൽപ്പന, ഒന്നാം പ്രമാണം ലംഘിക്കുന്നവരാകും. അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ കൂടോത്രത്തിലും മന്ത്രവാദത്തിലൊക്കെ പെട്ടിട്ട്. ചിലപ്പോൾ ഈ തലമുറയിലുള്ളവരായിരിക്കില്ല ചെയ്യുക,
മുൻ തലമുറയിലുള്ളവർ ചെയ്തതായിരിക്കാം. പക്ഷേ ഈ തലമുറകളായിട്ട് ഈ പൈശാചിക പീഡ എപ്പോഴും ഉണ്ടാവും. അങ്ങനെയുള്ള കുടുംബത്തിൽ എന്താ പിടിമരണങ്ങളുണ്ടാകാം, മാറാത്ത രോഗങ്ങളുണ്ടാകാം, അസമാധാനം ഉണ്ടാകാം, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥകളുണ്ടാകാം. കണ്ടോ, നമ്മൾ പൂർവികർ ചെയ്ത് അവർ മരിച്ച് മൺമറഞ്ഞു പോയി. പക്ഷേ എങ്കിലും ഇങ്ങനെ വേരുകളിലേക്ക് ആ പാപത്തിൻ്റെ ആ പൈശാചികമായ പീഡ എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കർത്താവിനെ വിട്ടിട്ട് എവിടെയും പോയേക്കരുത്. ഇപ്പോൾ അച്ഛനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ആളുകൾ ഈ കൂടോത്രത്തിനും മന്ത്രവാദത്തിനും പോകുന്നത്? ക്രിസ്ത്യാനികളായിട്ടുള്ളവർ പോലും എന്തുകൊണ്ടാണ് കൂടോത്രത്തിനും മന്ത്രവാദത്തിനും ഒക്കെ ചാത്തൻ സേവയ്ക്കൊക്കെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ അനുഭവത്തിൽ നിന്ന് അച്ഛന് പറയാൻ പറ്റുന്നൊരു കാര്യം എന്തെന്നറിയാമോ? ചില ആളുകൾ വന്നിട്ട് പറയും, അച്ഛാ പല പ്രാവശ്യം ഞങ്ങൾ പല വഴികളും നോക്കി പള്ളിയിൽ വന്നൊക്കെ പ്രാർത്ഥിച്ചു, പക്ഷേ എൻ്റെ കുടുംബത്തിലെ പ്രശ്നം മാറാത്തത് കൊണ്ടാണ് ഞാൻ ചാത്തൻ സേവയ്ക്ക് പോയത്, കൂടോത്രത്തിന് പോയത്, മന്ത്രവാദത്തിന് പോയത്. അച്ഛൻ പറയട്ടെ, മരിക്കേണ്ടി വന്നാലും ഒരിക്കലും നമ്മുടെ കർത്താവിനെ ഇട്ടേച്ച് പോകരുത്. കാരണം കെട്ടുമേ കെട്ടായിട്ടത് മാറും. ഒരിക്കലും സാത്താനെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള മറ്റൊരു തിന്മ എടുത്ത് മാറ്റാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. തിന്മയെ കൊണ്ട് തിന്മയെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. നന്മയെ കൊണ്ട് തിന്മയെ പരാജയപ്പെടുത്താനാണ് ഈ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാം. നന്മ ആരാണ്? കർത്താവായ ഈശോ മിശിഹായാണ്. മെനിഞ്ഞാന്നൊരു ധ്യാനത്തിനിടയിൽ ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടതാണ്. അവളുടെ വലതുവശം ഏകദേശം ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലത് കൈ കൊണ്ടൊന്നും എഴുതാൻ പറ്റത്തില്ല. കൊച്ചിന് 5 മിനിറ്റിൽ കൂടുതൽ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, ശരീരം പെർഫെക്റ്റാണ്, ഒരു കുഴപ്പമില്ല, ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ മെൻ്റലി അവളെ കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കി, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവ് തന്ന വെളിപാടനുസരിച്ച് ഇങ്ങനെയാണ്, അവളുടെ പൂർവികർ സ്ഥിരമായിട്ട് ചാത്തൻ സേവ ചെയ്തിരുന്നവരാണ്. മനസ്സിലായോ? അപ്പോൾ ആ ചാത്തൻ സേവയുടെ ആ ഒരു തിക്തഫലങ്ങൾ ഈ തലമുറയിൽ അതിങ്ങനെ അനുഭവിച്ച് ഇങ്ങനെ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ട്? ഇത് അച്ഛൻ പുസ്തകങ്ങളിൽ നിന്ന് അറിവല്ല, എൻ്റെ ജീവിത അനുഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈശോയെ വിട്ടിട്ടൊരു യാത്രകൾ ജീവിതത്തിൽ ഉണ്ടാകരുത്. മറ്റൊരു ഫാമിലി ഞാൻ ഓർക്കുകയാണ്, കടം കയറി ആകെ തകർന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ നേരെ ഈ മന്ത്രവാദത്തിന് പോയി. ഈ കോഴീനെയൊക്കെ കുരുതി കൊടുക്കുന്ന സ്ഥലത്ത് പോയി മന്ത്രവാദത്തിന് പോയി. കുനുമേ കുരു എന്ന് പറയുന്ന പോലെ കൂടുതൽ പിന്നെ താൽക്കാലികമായിട്ട് ഒരു ശമനം ഉണ്ടായി. പിന്നെ പിശാച് വന്ന കുടുംബത്തെ, മക്കളൊക്കെ ആക്സിഡൻ്റ് ആകുന്നു, കടങ്ങൾ കയറുന്നു, കുടുംബത്തിൽ അസമാധാനം, തകർച്ചകൾ, അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരിക. ഒരിക്കലും നമ്മൾ 1-ാം പ്രമാണ ലംഘനങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കരുത്. നമ്മുടെ കർത്താവിനെ വിട്ടിട്ട് എവിടെയും നമ്മൾ യാത്രയാവരുത്. യെശയ്യാ 47:12-14 ചെറുപ്പം മുതൽ നീ അനുവർത്തിച്ചിരുന്ന മന്ത്രവിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക. അതിൽ നീ വിജയിച്ചേക്കാം, ഭീതി ഉളവാക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം. ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ. അവർ വൈക്കോൽ തുരുമ്പ് പോലെയാണ്, അഗ്നി അവരെ ദഹിപ്പിക്കുന്നു. കണ്ടോ, വൈക്കോൽ തുരുമ്പ് പോലെയാണ്, അവരൊക്കെ നശിഞ്ഞു പോകും. നമ്മൾ ഒരിക്കലും ഈ മന്ത്രവാദത്തിനും കൂടോത്രത്തിനും നടക്കരുത്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരമ്മ എന്നെ കാണാൻ വന്നത്, ഇവർക്ക് വർഷങ്ങളായിട്ട് ശരീരത്തിൽ അലർജി രോഗങ്ങളാണ്. കുടുംബത്തിൽ ആര് കല്യാണം കഴിച്ചാലും ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ ഡിവോഴ്സ് ആവും. മക്കൾ ആര് കല്യാണം കഴിച്ചാലും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിൽ ഒരാൾക്കും ഒരു എക്സാം എഴുതാൻ പറ്റും, ഒരു ജോലി കിട്ടത്തില്ല, കടത്തിൻ്റെ മേലെ കടം. നമ്മൾ പ്രാർത്ഥിച്ച് അവരോട് ചോദ്യമൊക്കെ ചോദിച്ച് വന്നപ്പോഴാണ് ഇവരുടെ കുടുംബത്തിൽ തന്നെ ഈ പെൺകുട്ടിയുടെ അപ്പൻ്റെ സഹോദരൻ കൂടോത്രം ചെയ്തിട്ടുണ്ട്, ഇവർക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട്, ശക്തമായ കൂടോത്രം. അപ്പോൾ ഈ പിശാച് കൂടെയുള്ള ഈ ഏത് ദുരാത്മാവാണോ ഇവൻ ഈ ആഗ്രഹ സാഫല്യം നടക്കുന്നത് വരെ, ഇവരെ തകർക്കുന്നത് വരെ ഇവരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഉറപ്പായിട്ടും ഈ കുറേ നാൾ കഴിയുമ്പോൾ ഇവരെ വിട്ടിട്ട് തിരിച്ച് ആരാണോ കൂടോത്രം ചെയ്തത് ആ വ്യക്തിയുടെ വീട്ടിലേക്ക് ഈ ദുഷ്ടാരൂപി ഒരു ചെല്ലലുണ്ട്. പിന്നെ അവരുടെ തലമുറകളായിട്ട് ഇങ്ങനെ അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. കുടികിടപ്പ് അവകാശം പോലെ അവരുടെ വീട്ടിൽ അവനുണ്ടാവും. ഒരിക്കലും നമ്മൾ കൂടോത്തരത്തിലേക്ക് ചെല്ലുകയോ മറ്റുള്ളവരെ കൂടോത്തരത്തിൽപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത്. അത് ദൈവകോപം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ തലമുറകളുടെ നാശത്തിന് കാരണമാകുന്ന ഒരു തിന്മയാണെന്ന്
നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2117 പാരഗ്രാഫിൽ ഇപ്രകാരം പറയുന്നുണ്ട്: മന്ത്രവാദം, ആഭിചാരം, കൂടോത്രം തുടങ്ങിയവ വഴി അന്ധകാര ശക്തികളെ നിയന്ത്രിച്ച് മറ്റുള്ളവരുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ചിലർ ചെയ്യുന്നത്. ചികിത്സ എന്ന പേരിൽ പോലും ഇത് പാടില്ല. പിശാചിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ശത്രു സംഹാരം തുടങ്ങിയ കാര്യങ്ങളിൽ ആശ്രയിക്കുന്നത് പാപമാണ്. പരമ്പരാഗത ചികിത്സയുടെ ഭാഗമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റ് തന്നെ. കണ്ട, സഭ കൃത്യമായിട്ട് പറയാണ്, ചികിത്സയുടെ പേരിൽ പോലും ഒരു മന്ത്രവാദിയുടെയോ ഒരു കൂടോത്രക്കാരൻ്റെയോ ഒരു ജാതകക്കാരൻ്റെയോ ഒരു പണിക്കാരുടെ അടുത്തോ എവിടെയും പോകേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 7:5 പറയത്തില്ലേ, അവൻ കുഴി കുഴിക്കുന്നു, അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീഴുന്നു. നമ്മളായിട്ട് ഒരിക്കലും നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോയി ഒരു കൂടോത്രക്കാരൻ്റെയോ ഒരു മന്ത്രവാദക്കാരൻ്റെയോ ഒരു ചാത്തൻ സേവക്കാരുടെയോ കയ്യിൽ കൊണ്ടേ കൊടുക്കരുത് കേട്ടോ. പിശാചിനും ദൈവത്തെ പോലെ ശക്തിയുണ്ട്, പക്ഷെ അത് നെഗറ്റീവ് പവറാണെന്ന് തിരിച്ചറിയണം. താൽക്കാലിക നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് അവൻ കുഴി കുഴിക്കുന്നത് നരകത്തിലേക്കുള്ള കുഴിയാണ്. ഒരിക്കലും നമ്മൾ അവൻ്റെ വഴികളിൽ പെട്ടുപോകരുത്. പിന്നെ അച്ഛൻ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന മറ്റൊരു തരത്തിലുള്ള വിഗ്രഹാരാധന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാത്താൻ്റെ കെണിയെന്ന് പറയുന്നത് ഈ പ്രണയക്കെണികളാണ്. നിങ്ങളൊരിക്കലും വിചാരിക്കരുത് അച്ഛൻ പ്രണയത്തിനൊക്കെ എതിരാണ്. പ്രണയത്തിനൊന്നും എതിരല്ല, പക്ഷേ ഈശോയെ ഉപേക്ഷിച്ചിട്ടുള്ള പ്രണയങ്ങൾക്കെല്ലാം എതിരാണ്. തുടക്കത്തിൽ തന്നെ അച്ഛൻ പറഞ്ഞല്ലോ, വിടുതൽ നൽകാനായിട്ട് കർത്താവിന് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. അപ്പോൾ വിടുതൽ തരാൻ, യഥാർത്ഥമായ സന്തോഷം തരാൻ ഉതകുന്ന കർത്താവിനെ വിട്ടിട്ടുള്ള പ്രണയങ്ങളൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, 1000 തവണ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തിയിട്ട്, 1000കണക്കിന് തവണ ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട്, 100 കണക്കിന് ദിവ്യബലികളിൽ പങ്കെടുത്തിട്ട്, കാറ്റക്കിസം ക്ലാസ്സിൽ കുഞ്ഞുനാൾ മുതൽ ബൈബിൾ ക്ലാസ് വരെ പഠിച്ചിട്ട്, ഈശോയെക്കുറിച്ച് കേട്ട് പഠിച്ച് വചനമൊക്കെ ഒത്തിരി നേരം ഇരുന്ന് വായിച്ചിട്ട്, ഈശോയോട് ഇങ്ങനെ അടുത്തടുത്ത് ജീവിച്ചിട്ട്, പിന്നീട് പെട്ടെന്നൊരാളെ കാണുമ്പോൾ, മരിച്ചു പോകുന്നൊരു മനുഷ്യനെ കാണുമ്പോൾ ഈശോയെ ഇട്ടിട്ട് യാത്രയാവുന്നത് മറ്റ് മതങ്ങളിലേക്കും സംഹിതകളിലേക്കൊക്കെ യാത്രയാവുന്നത് ശരിയാണോ? ഈശോ എത്രമാത്രം വേദനിക്കും. ഞാൻ പറയുന്നത് മതമൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കുക, പക്ഷേ ഈശോ എന്നുള്ള വ്യക്തി എത്രമാത്രം വേദനിക്കും. ഈശോയെ അറിഞ്ഞിട്ട്, ഈശോയെ പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചിട്ട് പിന്നെ ഈശോയെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതൊക്കെ എത്രയോ വേദനാജനകമാണ് കേട്ടോ. പിശാചൊരുക്കുന്ന അത്തരണത്തിലുള്ള കെണികളൊക്കെ അറിയണം. ഓക്കെ, ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു, നിങ്ങളുടെ വ്യക്തിത്വത്തെ മാനിക്കുന്നു, പക്ഷേ എനിക്ക് നിങ്ങളെ എല്ലാവരേക്കാളും ഉപരിയാണ് ഈശോ. ഈശോയെ ഉപേക്ഷിച്ചിട്ടുള്ള പ്രണയങ്ങളൊന്നും വേണ്ട. ഈശോയ്ക്ക് 1-ാം സ്ഥാനം നൽകാത്ത പ്രണയങ്ങളൊന്നും വേണ്ട കേട്ടോ. ഈശോയെ ഉപേക്ഷിച്ചിട്ട് എവിടെയും പോയേക്കരുതെന്ന് അച്ഛൻ സ്നേഹത്തോടെ യുവാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. എത്രയോ കുട്ടികളെ അച്ഛൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? ചില കുട്ടികളൊക്കെ അപ്പനോ അമ്മയൊക്കെ ഇരുന്ന് കരയും, അച്ഛൻ ഒന്ന് പറയും ഉപേക്ഷിച്ചിട്ട് പോകല്ലേ എന്ന് പറയും, ഈശോനെ ഉപേക്ഷിച്ചിട്ട് പോകല്ലിട്ടെന്ന് പറയും. പക്ഷെ അച്ഛൻ പറയും. പക്ഷേ പലരും അച്ഛനോട് പറയുന്നൊരു മറുപടി ഇതാണ്: നിങ്ങൾ പുരോഹിതരാണ്, മതത്തിൻ്റെ കെട്ടുകൾക്കുള്ളിൽ ഞങ്ങളെ തളച്ചിടുന്നത്, ഞങ്ങളെ സ്വതന്ത്രരാക്കുമോ? വലിയ ഫിലോസഫിയൊക്കെ പറയും. പക്ഷെ ഞാൻ സിമ്പിളായിട്ട് പറയാറ്, ഈശോയെ ഉപേക്ഷിച്ചിട്ട് എവിടെ പോകാനാണ്? പലതും അവസാനം തെറ്റുപറ്റിപ്പോയെന്ന് തിരിച്ചറിയുമ്പോൾ സമയം വൈകിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എന്നെ കേൾക്കുന്ന യുവാക്കൾ ശ്രദ്ധിക്കുക, ഈശോയെ ഉപേക്ഷിച്ചിട്ടുള്ള പ്രണയങ്ങളൊന്നും വേണ്ട കേട്ടോ. വലത് കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈശോയെ, ഞങ്ങളുടെ യുവാക്കളെ എല്ലാം അങ്ങയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഈശോയെ, അങ്ങേക്ക് 1-ാം സ്ഥാനം നൽകുന്ന ജീവിതങ്ങളായിരിക്കട്ടെ ഞങ്ങളുടെ യുവാക്കളുടേത്. പ്രാർത്ഥിച്ച് അങ്ങയിൽ ശരണപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറഞ്ഞ ജീവിതങ്ങളായിരിക്കട്ടെ ഞങ്ങളുടെ യുവതയുടേതെന്ന് ഞങ്ങൾ കാംക്ഷിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പിന്നീട് അച്ഛൻ പറയുകയാണ്, ഇത് പിശാച് വരാനുള്ള വഴികളെന്ന് ചുരുക്കി ഞാൻ പറഞ്ഞതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അമിതമായ ഭയം, അമിതമായ നിരാശ.
അമിതമായ പാപബന്ധനങ്ങൾ. ചില മദ്യപാനികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഈ സ്ഥിരമായിട്ട് അവർ മദ്യപിക്കാതെ പറ്റത്തില്ല. പിന്നെ ചെയിൻ സ്മോക്കിംഗ്, ഒരിക്കലും പുകവലിക്കാതെ പറ്റത്തില്ല. ചിലവർക്ക് സ്ഥിരമായ സ്വയംഭോഗം, സ്വവർഗഭോഗം അനുരാഗികൾ, വ്യഭിചാരത്തിൽ നിന്ന് കരകയറി വരാൻ പറ്റത്തില്ല. ബന്ധനങ്ങളിൽ പെട്ടുപോയവർ, തെറ്റായ ബന്ധനങ്ങളിലും പെട്ടുപോയവർ, ഇതൊക്കെ പിശാച് വരാനുള്ള വഴികളാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. നമ്മുടെ ആത്മാവിനത് അപകടകരമാണ്, നമ്മുടെ ആത്മാവിനത് വിഷലിപ്തമാക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവെ, എല്ലാ തെറ്റായ വഴികളിൽ നിന്നും, തിന്മയുടെ കൂരമ്പുകളിൽ നിന്നും, സാത്താൻ്റെ ഒളിയമ്പുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഈ സാത്താനിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ, അവൻ്റെ കോട്ടകളിൽ നിന്ന്, അവൻ്റെ നുണകളിൽ നിന്ന്, അവൻ്റെ ചതിക്കുഴികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ, ദൈവിക സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് ചുരുക്കി അച്ഛൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ അച്ഛനെന്ന് പറയാണ്. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞൊരു ജീവിതം നയിക്കണം. മനസ്സിലായോ? പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൻ്റെ, ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണം. എപ്പോഴും പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്നുള്ളൊരു പ്രാർത്ഥന വേണം. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ചങ്ങലകൾ പൊട്ടുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, പൗലോസും സീലാസും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ചങ്ങലകളെല്ലാം പൊട്ടപ്പെട്ടു, കാരാഗ്രഹത്തിൻ്റെ വാതിൽ തകർക്കപ്പെട്ടു. ഇതുപോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചങ്ങലകളെല്ലാം പൊട്ടും, നമ്മുടെ ജീവിതത്തിൻ്റെ കാരാഗ്രഹങ്ങളെല്ലാം മാറും, അടിത്തറ ഇളകും. ഇളകേണ്ട അടിത്തറകളെല്ലാം പരിശുദ്ധാത്മാവ് ഇളക്കിത്തരും. ജഡികതകളുടെ അടിത്തറകൾ, അശുദ്ധിയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പഴകിയ പാപങ്ങളുടെ അടിത്തറകളെല്ലാം, പിശാചിൽ നിന്ന് വരുന്ന എല്ലാ തിന്മകളുടെ അടിത്തറകളെല്ലാം പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് എടുത്തു മാറ്റിത്തരും, നമ്മളെ പുതിയൊരു വ്യക്തികളാക്കി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കണ്ടോ, എപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതം, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്തുതിയുടെ ജീവിതമാണ്. സ്തുതിയുടെ ജീവിതം, എപ്പോഴും സ്തുതിയുടെ ജീവിതം വേണം. അതായത് കണ്ടിന്യൂസ് അക്കമ്പനിമെൻ്റ് വേണം. നിങ്ങൾ പറ്റുമ്പോഴൊക്കെ എല്ലാ ദിവസവും ദിവ്യബലികളിൽ പങ്കെടുക്കണം, കൗദാശിക ജീവിതത്തിൽ പങ്കെടുക്കണം, ഈശോയെ സ്വീകരിക്കണം. ജപമാലകൾ എത്ര ചൊല്ലാമോ അത്രയും ജപമാലകൾ ചൊല്ലണം. കൂടെയുള്ള പാപസങ്കീർത്തനങ്ങൾ നടത്തണം. കണ്ടോ, അങ്ങനെ ആത്മാവിന് വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിന് വരാനുള്ള വഴികളെല്ലാം തുറന്നിടണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നെ അതിൽ പ്രത്യേകം അച്ഛന് പറയാനുള്ളൊരു കാര്യം കൺഫെഷനാണ്, കുമ്പസാരമാണ്. കൂടെ കുമ്പസാരിക്കണം. അച്ഛൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ കുമ്പസാരിക്കുന്ന ഒരു വൈദികനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ശ്രദ്ധിച്ചിട്ട് പോലും പിശാച് വരാനുള്ള വഴികൾ എത്രമാത്രം എൻ്റെ ചിന്തകളെയും എൻ്റെ ജീവിതത്തെ ആക്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ശ്രദ്ധിക്കണം. ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനീ പള്ളിയിലെ അച്ഛനാണ്. പള്ളിയിൽ സ്ഥിരമായിട്ട് ജീവിക്കുന്ന, രാവിലെയും വൈകിട്ടും കുർബാനയും ചൊല്ലി കുമ്പസാരക്കൂട്ടിലിരുന്ന് ആരാധനയും നടത്തി ജീവിക്കുന്ന ഒരു വൈദികനാണ്. കംപ്ലീറ്റ് കർത്താവിനോട് യാത്ര ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമാണ്. പക്ഷെ നിങ്ങളങ്ങനെയല്ല. എന്നെ കേൾക്കുന്നവർ ലോകത്തിൽ ഒത്തിരി പേരെ കാണുന്നവരാണ്, യാത്രകൾ ചെയ്യുന്നവരാണ്. അപ്പോൾ എത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കൂടെ കുമ്പസാരിക്കണം. അച്ഛൻ്റെ ജീവിതം കൊണ്ട് അച്ഛൻ പറയാം, 1000 എക്സോസിസം നടത്തുന്നതിന് തുല്യമാണ് ഒരു കുമ്പസാരം. 1000 എക്സോസിസം നടത്തുന്നതിന് തുല്യമാണ് ഒരു കുമ്പസാരം. കാരണം കുമ്പസാരം എന്ന് പറയുന്നത് സാക്രമെൻ്റാണ്. എന്നാൽ എക്സോസിസം, മേജർ എക്സോസിസം പ്രയറുകൾ എന്നൊക്കെ പറയുന്നത് സാക്രമെൻ്റൽസാണ്. മനസ്സിലായോ? കൂദാശയാണ് എന്ത് കുമ്പസാരം എന്ന് പറയുന്നത്. കുമ്പസാരം ദൈവത്തിൻ്റെ കാണാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് നൽകുന്ന, അദൃശ്യമായ ദൈവപ്രസാദം നമുക്ക് ദൃശ്യമാക്കി തരുന്നതാണ്, നമ്മിലേക്ക് നിറയ്ക്കുന്നതാണ് കൂദാശകൾ. അപ്പോൾ കൂദാശ നിറഞ്ഞ ഒരു ജീവിതം, കുദാശബന്ധിയായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പറ്റും. പ്രത്യേകിച്ച് കുമ്പസാരം സ്വർഗത്തോട് നമ്മൾ നേരിട്ട് പറയാണ്. ആ കുമ്പസാരക്കൂട്ടിൽ ചെന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തിയാൽ അനുതാപത്തോടെ എൻ്റെ ഈശോയെ ഞാനങ്ങേ വേദനിപ്പിച്ചു പോയെന്ന് പറയുന്ന നിമിഷം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരാണ്. ഒരു പുത്തൻ കൃപയുടെ, ഒരു പുത്തൻ അഭിഷേകത്തിൻ്റെ ഉടമയായിട്ട് നീ മാറുകയാണ്. സ്വർഗത്തോട് നീ സംസാരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ പുത്രനും പുത്രിയുമായിട്ട് നീ മാറുകയാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
മറ്റൊരു വഴി പിശാചിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ, പിശാചിൽ നിന്ന് അകന്ന് ജീവിക്കാൻ, അവനിൽ നിന്ന്, അവൻ്റെ കൂരമ്പുകളിൽ നിന്ന്, അവൻ്റെ കോട്ടകളിൽ നിന്ന് അകലാൻ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം വചനവായനയാണ്. കൂടെ കൂടെ വചനം വായിക്കണം. ഇപ്പം അച്ഛൻ ഡെലിവറൻസ് പ്രെയറൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവർ വ്യക്തികളോട് അച്ഛൻ നിർബന്ധപൂർവ്വം പറയുന്ന കാര്യമാണ്, ചില സങ്കീർത്തനങ്ങളൊക്കെ എല്ലാ ദിവസവും വായിക്കാൻ പറയും. പ്രത്യേകിച്ച് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ സങ്കീർത്തനം 23, 91, 51, 139, പിന്നെ 141. പിന്നെ ചില വചനങ്ങൾ ഇങ്ങനെ 33 പ്രാവശ്യം എല്ലാ ദിവസവും ഏറ്റു പറയാറുണ്ട്. 2 മക്കവായർ 8:18, റോമ 16:20, പിന്നെ നിയമാവർത്തനം 28:7, 28:10, മത്തായി 4:10. ഈ വചനങ്ങളൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിച്ച് 33 പ്രാവശ്യം വെച്ച് പറയണം. അപ്പോൾ ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം നമ്മളിലേക്ക് നിറയപ്പെടും. യോഹന്നാൻ 1:14 പറയില്ലേ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വന്ന കർത്താവ് ഈശോ മിശിഹായാണ്. കർത്താവ് തന്നെയാണ് ഈ വചനം. യോഹന്നാൻ 1:1 പറയും, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിലൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. കണ്ടോ, വചനം ദൈവമാണ്. ഈ ദൈവം മത്തായി 4:4, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. കണ്ടോ, മനുഷ്യൻ അപ്പം മാത്രമല്ല, കർത്താവിൻ്റെ വചനം കൊണ്ടാണ് നമുക്ക് ജീവിക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. ഈ വചനത്തിൻ്റെ അഭിഷേകം വേണം. വചനം ആരുടെ ഹൃദയത്തിലുണ്ടോ ആ വ്യക്തികളിൽ പിശാചിന് ഒരിക്കലും അടുത്ത് വരാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിൻ്റെ അഭിഷേകം എല്ലാവരിലും ഉണ്ടാവട്ടെ. കുത്തിയിരുന്ന് വചനം വായിക്കുക. ഒരു ദിവസം ഒരു ചാപ്റ്ററെങ്കിലും നിർബന്ധമായിട്ട് എല്ലാവരും വായിക്കണം. ഇന്നലെ മിനിഞ്ഞാന്ന് അച്ഛന് കർണാടകയിൽ നിന്നൊരു മെസ്സേജ് വന്നത് ഓർക്കുകയാണ്. അച്ഛൻ്റെ അടുത്ത് ഡെലിവറൻസ് പ്രെയർ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി വന്നതാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ താഴെ വീഴുകയാണ്. പാമ്പിനെ പോലെ കിടന്ന ഇഴയാണ്. ശരീരമൊക്കെ വളരെ സ്റ്റിഫായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ 5-6 പ്രാവശ്യം ഞങ്ങൾ ഡെലിവറൻസ് പ്രെയർ ഞാൻ കൊടുത്തു. എക്സോസിസം പ്രെയർ ഞാൻ ആ വ്യക്തിക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പോയി. പിന്നീട് അദ്ദേഹം കൂടെയുള്ള കുമ്പസാരങ്ങൾ, വചന വായനകളൊക്കെ സ്ഥിരമായിട്ട് നടത്തിയാണ് അദ്ദേഹം ആ ഒരു ബോണ്ടേജിൽ നിന്ന് പുറത്തു വിടുന്നത്. ഇന്ന് ആരോഗ്യത്തോടെ എല്ലാം ചുറുചുറുക്കോടെ ചെയ്യാൻ കഴിയുന്നുണ്ട് അച്ഛാന്ന് പറയുന്ന മെസ്സേജ് വന്നു. കണ്ടോ, അതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ദൈവത്തോട് കെട്ടപ്പെട്ട് നയിക്കുന്നുവോ, വചനബന്ധിതമായി നയിക്കുന്നുവോ, കുമ്പസാരക്കൂട്ടിനോട് ചേർത്ത് കെട്ടുന്നുവോ, ദിവികാരണത്തോട് ചേർത്ത് കെട്ടുന്നുവോ, അത്രയും അഭിഷേകം നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. മറ്റൊരു വഴി എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്, പരിശുദ്ധ അമ്മയോട് കൂട്ടുകൂടണം. നിർബന്ധമാണ്. പരിശുദ്ധ അമ്മയോട് കൂട്ടുകൂടണം. വചനം മാംസമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ വന്ന് നിറയുന്നത് പോലെ തന്നെ പരിശുദ്ധ അമ്മയിലേക്കാണ് ആദ്യം ഈശോ വന്ന് ഗർഭപാത്രത്തിലേക്ക് വന്ന് നിറഞ്ഞത്. പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിലാണ് ഈശോ ഉത്ഭവിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഈശോ കൂടെയുള്ളവളാണ്, ദൈവത്തിൻ്റെ അമ്മയാണ്. തെയോത്തോക്കോസ് ഗ്രീക്കിൽ പറയുന്നത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. പരിശുദ്ധ സഭ പഠിപ്പിക്കുന്ന മറ്റൊരു വിശ്വാസത്തെയും പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്. അതായത് ഉത്ഭവപാപമില്ലാതെ ജനിച്ചവളാണ്, പാപമില്ല, വിശുദ്ധയാണ്. അപ്പോൾ ഈ വിശുദ്ധിയുടെ നിറകുടമായതുകൊണ്ട് തന്നെ പിശാചിന് പരിശുദ്ധ അമ്മയെ പേടിയാണ്. പരിശുദ്ധ അമ്മയെ തന്നെ വിളിക്കുന്നത് എന്താ? സാത്താൻ്റെ തല തകർക്കുന്നവളെ എന്നാണ് പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് സാത്താനെ തകർക്കാൻ കഴിയുന്നത്? ഒന്ന്, ദൈവത്തിൻ്റെ അമ്മയാണ്, ദൈവത്തെ ശരീരത്തിൽ വഹിച്ചവളാണ്. 2, അമലോത്ഭവയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത്രയും വിശുദ്ധയാണ്, പരിപൂർണയാണ്. പാപത്തെ സ്പർശിക്കാത്തവളാണ്. ഒരു തരത്തിലും പാപത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ശരീരത്തിലോ ആത്മാവിൻ്റെ മനസ്സിലോ ഇല്ലാത്തവളാണ്. ദൈവത്തോട് ചേർന്ന് വളർന്നവളാണ്. സഭ അവൾക്ക് ഹൈപ്പർഡൂലിയ, ഉപരിവണക്കമാണ്. വിശുദ്ധരെക്കാളും മാലാഖമാരെക്കാളും ഉയർന്ന സ്ഥാനമാണ് സഭയിൽ കൊടുക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധ അമ്മയുടെ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, പരിശുദ്ധ അമ്മയുടെ നീലങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ കുർബാനയ്ക്ക് കയറുമ്പോൾ, നടക്കുമ്പോൾ, രാത്രിയിലൊക്കെ നടക്കുമ്പോൾ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ നീലങ്കിക്കുള്ളിൽ ബലഹീനനും പാപിയുമായ എന്നെ അങ്ങ് പൊതിഞ്ഞു പിടിക്കണമെന്ന്. അതുപോലെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനത് വേണമെങ്കിൽ ചോര കൊണ്ട് എഴുതിത്തരാം. ഞാൻ എക്സർസൈസും പ്രെയറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഓപ്പണിംഗ് പ്രെയറൊക്കെ കഴിഞ്ഞിട്ട്
ഓൾ സെയിൻസിൻ്റെയൊക്കെ പ്രാർത്ഥനയുണ്ട്. ഇതിന് ഏറ്റവും ആദ്യം പ്രിപ്പറേറ്ററി പാർട്ടിൽ 2 പ്രേയറുകളാണ് വരിക. ഒന്ന് നമ്മൾ മിഖായേൽ മാലാഖയോട് പ്രാർത്ഥിക്കും, 2 പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വന്ന് നിൽക്കണം. പരിശുദ്ധ അമ്മ അമ്മയുടെ നീലയങ്കി കൊണ്ട് വൈദികനായ എനിക്കും പ്രൊട്ടക്ഷൻ തന്നെ, ആർക്കാണ് ഞാൻ വിടുതൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണം. പരിശുദ്ധ അമ്മ എത്രയോ പ്രാവശ്യം എൻ്റെ സഹായത്തിന് എത്തിയിട്ടുണ്ടെന്നറിയാമോ? പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരിക്കലും ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു പൈശാചിക പേടിയുള്ളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി പോലും എന്നോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുകയാണ്. പിശാച് പോലും സ്വർഗീയ വെളിപ്പെടുത്തലുകൾ നൽകുന്നത് എത്ര രസകരമാണ് കേൾക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുക, വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ആത്മാവിനെ ശരീരത്തെയും കാത്തു സൂക്ഷിക്കുക. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാത്താന് ഒരു വഴികളും നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നിടരുത്. പ്രത്യേകിച്ച് ജഡിക അധമ വികാരങ്ങൾക്കൊന്നും നമ്മൾ കീഴ്പ്പെട്ട് പോകരുത്. ആരെങ്കിലുമൊക്കെ വ്യഭിചാരത്തിനോ അശുദ്ധിക്കോ പ്രീ മാരിറ്റൽ സെക്സ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ്, അതോടൊപ്പം തന്നെ അബോർഷൻ, അതോടൊപ്പം തന്നെ ഈ ലിവിങ് ടുഗദറുകൾ, അങ്ങനെയൊക്കെ അശുദ്ധികളിലേക്ക് പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കരകയറി വരാനായിട്ട് പരിശ്രമിക്കുക. അച്ഛൻ്റെ ഈ ടോക്ക് അതിൽ നിന്ന് കയറി വരാനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കി വിശുദ്ധിയിൽ ജീവിക്കുക. പിന്നെ വചനം വായിക്കുക, കൂടെ കുമ്പസാരിക്കുക, പരിശുദ്ധ അമ്മയോട് കൂടെ യാത്ര ചെയ്യുക. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.